ഈ വീഡിയോ നമ്മൾ ഇന്നലെ രാത്രി ഇട്ട വീഡിയോ, അതായത് ഇതിന് തൊട്ട് മുമ്പ് ഇട്ട വീഡിയോയുടെ ഒരു തുടർച്ചയും കൂടിയാണിത്. ഇതിനകത്തും കുറേ പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇന്നലത്തെ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു ചെറിയ തർക്കം, അത് ട്രംപിൻ്റെ ഈ കള്ളത്തരം, ട്രംപ് തുടരെ ഇങ്ങനെ കള്ളം പറഞ്ഞ് അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞ ആ ഒരു തന്ത്രം. അത് കഴിഞ്ഞിട്ടിപ്പം ട്രംപ് ഇറക്കിയ അടുത്ത നമ്പറാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്താമെന്ന് എന്നോട് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് പറഞ്ഞത് കള്ളമാണെന്നാണ് ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യയുടെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തുവിട്ട സ്റ്റേറ്റ്മെൻറ്റ് അത്ര പോരാ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതാണ്. കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ഇതിലേക്ക് വരേണ്ടതുണ്ട്. കാരണം ഒരു രാജ്യത്തിൻ്റെ സോവറിനിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നത്. ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നത് അത്ര നല്ല പരിപാടിയില്ല. ട്രംപ് ആണെങ്കിൽ ഒരു ഉളുപ്പില്ലാതെ വെറുതെ നിന്ന് കള്ളത്തരങ്ങൾ തള്ളുന്ന ഒരു രീതിയാണ് ഇപ്പം പൊതുവേ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് വലിയ രീതിയിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു സോവറിനിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ഇങ്ങനെ വിളിച്ച് പറയാൻ പറ്റുന്നത്? അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്താറാണ്. അതപ്പോൾ ഇവിടെ ഇന്ത്യക്കുള്ളിൽ ട്രംപിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിനെ തുടർന്ന് പ്രതിപക്ഷം നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പേരെടുത്തുകൊണ്ട് ഇങ്ങനെ, അത് ലൈ ആണെന്നുണ്ടെങ്കിൽ അത് ലൈ ആണ് എന്ന് തുറന്ന് പറയണം ഇന്ത്യ. നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അത് ശരിയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് പ്രതിപക്ഷം ഇതൊക്കെ വളരെയധികം വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതികരണം വളരെ ക്ലിയർ പോയിന്റാണ്, വളരെ വ്യക്തമായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: മോദിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോദിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, മോദി ഒരു മഹാനായ വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രൈസ് വാക്കുകൾ, അതായത് കുറച്ച് അപ്രിഷിയേഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കള്ളത്തരം അങ്ങനെ ഇടയിലൂടെ ഇങ്ങനെ തട്ടിക്കയറ്റി വിട്ടത്. അതായത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, മോദി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റഷ്യൻ ഓയിൽ വാങ്ങുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കൊണ്ടുവരാം, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതായിട്ട് പറഞ്ഞു വെച്ചത്. ഈ ഒരു ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ ഇത് ഗാസയിലുണ്ടായ ഒരു സമാധാനം, അതിനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു ഒഫീഷ്യൽ ഫോൺ കോളാണ്. അതിലുപരിയായിട്ട് ഒരു പ്രോമിസും ഇതിനകത്ത് കൊടുക്കപ്പെട്ടിട്ടില്ല എന്ന് വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയുടെ സ്പോക്സ് പേഴ്സൺ ഡയറക്റ്റായിട്ട് തന്നെ ലോകത്തോട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി ട്രംപിന് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നൊരു നോസ് കെട്ട്, ട്രംപിൻ്റെ ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അതായത് എന്ത് തരം മനുഷ്യനാണ് ഇത്, ലോകരാജ്യങ്ങളൊക്കെ നോക്കാൻ ഒരു കോമാളിയെ പോലെ വേഷം കെട്ടി നിൽക്കുന്ന ഒരു ട്രംപിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് തരത്തിലുള്ള ദുരന്തമാണിത്? As far as we are concerned, it is there for you to see how we approach the issue, what we have had to say. On the telephone call of 9th October, well, the telephone call happened between Prime Minister and President Trump. It was a call where he also congratulated President Trump on the success of the Gaza peace plan, and they also reviewed the progress in trade negotiations, and they also agreed to stay in touch. So this was the readout that was given post the telephone call, so that is where it is. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നത്, ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ടുള്ള ബന്ധമാണ്. അതിന് മറ്റൊരാൾ ഇടപെടേണ്ട ആവശ്യമില്ല. അത് എല്ലാ രാജ്യങ്ങളുമായിട്ടും അങ്ങനെ തന്നെയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ മറ്റൊരു മൂന്നാമത് രാജ്യം ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഓയിൽ വാങ്ങിക്കുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അത് ഇന്ത്യയുടെ സ്വന്തം തീരുമാനമാണ്. അത് ഇപ്പോൾ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഇന്ത്യയുടെ തീരുമാനമാണ്. അത് വേറൊരു രാജ്യം ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. See, on the issue of energy sourcing, we have made a statement. This was put out in the morning today. We would request you to look at that particular statement for the questions that you have. On the question of whether there was a conversation or a telephone call between Prime Minister Modi and President Trump, I am not aware of any conversation yesterday between the two leaders. That we do not subscribe to any unilateral sanctions. Government of India considers the provision of energy security a responsibility of paramount importance to meet the basic needs of its citizens. Indian companies source energy supplies from around the world while taking overall market conditions into account. We would stress that there should be no double standards, especially when it comes to energy trade. ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ഒരു അഡ്വൈസറി ടീം ഉണ്ടല്ലോ, അതായത് US-ന്റെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ്, പിന്നെ ഹോവാർഡ് ലുട്നിക്, ഇവരൊക്കെ എന്ത് തരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണെന്ന് എനിക്ക്. ഒരു പ്രത്യേക കമ്പനികൾക്ക് മേളിൽ 500% താരിഫ് എന്നുള്ള രീതിയിലുള്ള പുതിയ പ്രഖ്യാപനവുമായിട്ട് വന്നിരിക്കുകയാണ് അമേരിക്ക. എന്നിട്ട് ഇവരിതിനെ പറഞ്ഞിരിക്കുന്നത്
ഇത് വിക്ടറി ഫണ്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ വിക്ടറി ഫണ്ട് എന്ന് വിളിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ കിട്ടുന്ന റവന്യൂ എല്ലാം തന്നെ ഇവർ ഉക്രൈന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു ചോദ്യം ഇതിനകത്ത് വരുന്നത്, ഈ ഫണ്ട്, അതായത് ഈ താരിഫ് കൊടുക്കുന്ന ആരാണ്? അമേരിക്കയിലുള്ള കമ്പനി മുതലാളികളും അമേരിക്കയിലുള്ള ജനങ്ങളുമാണ്. ആ കമ്പനി മുതലാളികൾ എന്ന് പറഞ്ഞാൽ കമ്പനി മുതലാളികൾ അവരുടെ പോക്കറ്റിൽ നിന്നല്ല ഈ താരിഫ് പേ ചെയ്യുന്നത്. ഇൻഫാക്റ്റ് അവർ ബൾക്കായിട്ട് സാധനം കസ്റ്റംസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സമയത്തേക്ക് ആ ഒരു ടൈമിൽ ഈ കമ്പനി ആ ബില്ലങ്ങ് പേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവർ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ പ്രോഡക്റ്റുകളിലേക്ക് തന്നെയായിരിക്കും ഈ പ്രൈസ് അപ്ലൈ ചെയ്യുക. പിന്നെ സാധാരണക്കാരാണ് ഈ ഫണ്ട് പേ ചെയ്യുന്നത്. അതായത് അമേരിക്കൻ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസയാണ് എടുത്തുകൊണ്ട് ട്രംപ് ഇപ്പോൾ ഉക്രൈന് കൊടുക്കാൻ വിക്ടറി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പേര് ചൈനയ്ക്ക് മേളിൽ 500% താരിഫ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ്, ഈ ഉട്ടോപ്യൻ സംവിധാനങ്ങളാണ് ട്രംപ് ഇപ്പം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയ്ക്ക് താരിഫ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ യൂറോപ്പിനിട്ടുള്ളൊരു പണി കിടപ്പുണ്ട്. ആ പണി എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് റഷ്യയും യൂറോപ്പും നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു. അത് നമ്മൾ ആലോചിക്കണം. അതായത് ഏറ്റവും കൂടുതൽ എനർജി യൂറോപ്പ് റഷ്യൻ സൈഡിൽ നിന്നാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ പ്രൈസിൽ വളരെ എളുപ്പത്തിൽ യൂറോപ്പിന് അത് സാധിക്കുമായിരുന്നു. ആ ഒരു ബന്ധം വഷളാക്കിയത് ആരാണെന്ന് വെച്ചാൽ അമേരിക്കയാണ്. യൂറോപ്പ് ഏറ്റവും കൂടുതൽ എണ്ണ, ഓയിൽ, ഇതേപോലെ സംഗതികളൊക്കെ അമേരിക്കയുടെ കീഴിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ പർച്ചേസിങ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ യൂറോപ്പിനെ അമേരിക്കൻ സൈഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചൈനയുമായിട്ട് യൂറോപ്പ് നല്ല രീതിയിലുള്ള ബന്ധം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചൈനീസ് കമ്പനികളൊക്കെ യൂറോപ്പിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ തുടങ്ങി അവിടെ കുറച്ച് തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ ചൈനയ്ക്ക് മുകളിൽ 500% താരിഫും യൂറോപ്പിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ചൈനീസ് കമ്പനികൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ബാൻ ചെയ്യുക, എന്നിട്ട് ചൈനീസ് കമ്പനികളെയൊക്കെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുക എന്നുള്ള ഒരു പുതിയ പ്രഖ്യാപനം. അതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണറായിട്ടുള്ള ഉർസുല വാണ്ടർലൈൻ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. ഇപ്പോൾ ചൈനയും കൂടെ മാറ്റി നിർത്തുക, അത് യൂറോപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് യൂറോപ്പിനെ അമേരിക്കയുടെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് മുഴുവനായിട്ട് ഇങ്ങോട്ട് ചാടിക്കളിക്കുക അങ്ങോട്ട് ചാടിക്കളിക്കുക എന്ന് പറഞ്ഞിട്ട് കുരങ്ങനെ കളിപ്പിക്കുന്നതാണെങ്കിൽ കളിപ്പിക്കാനുള്ള ഒരു കളിപ്പാവയായിട്ട് മാറ്റുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ ഈ വിവരം കിട്ട യൂറോപ്യൻസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സെലൻസ്കി ഇന്ന് മീറ്റ് ചെയ്യാൻ പോവുകയാണ് ട്രംപിനെ വൈറ്റ് ഹൗസിലേക്ക്. പ്രധാനമായിട്ട് ചോദിക്കുന്നത് ടോം ഹോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ലോങ് റേഞ്ച് മിസൈൽ അത് ചോദിക്കാനാണ് പോകുന്നത്. 2500 കിലോമീറ്റർ റേഞ്ച് ആ ഒരു അറ്റാക്കിംഗ് പവർ കൊടുക്കുന്ന ടോം ഹോക്ക് മിസൈൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ മിസൈൽ കൊടുക്കുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് പുട്ടിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചോട്ടെ, ഈ ലോങ് റേഞ്ച് മിസൈൽ കൊടുക്കണോ വേണ്ടയോ, അപ്പോൾ പുട്ടിൻ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഞാൻ ഇത് കൊടുക്കാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് രാത്രി തന്നെ പുട്ടിനെ വിളിച്ച് സംസാരിക്കുമായിരിക്കും. അപ്പം സെലൻസ്കി പോകുന്നത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും സെലൻസ്കി വൈറ്റ് ഹൗസിൽ എത്തുന്നുണ്ട്. ഈ ടോം ഹോക്സ് മിസൈൽ ഉക്രൈൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ 2500 കിലോമീറ്റർ ഇപ്പം തന്നെ ഉക്രൈൻ ടാർഗറ്റഡ് അറ്റാക്കുകളാണ് റഷ്യക്കുള്ളിൽ പല എനർജി സെക്ടറുകൾ ടാർഗറ്റ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് പറയുന്നത്, എന്തുകൊണ്ട് ഉക്രൈൻ ഒഫൻസീവ് ആയിക്കൂടാ, എന്തുകൊണ്ട് ഡിഫൻസീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഒഫൻസീവ് ആയിക്കൂടാ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒഫൻസീവ് ആയിക്കൂടാ എന്ന് ചോദിക്കുന്ന ട്രംപ് ജോ ബൈഡൻ സഹായിച്ച മാതിരിയുള്ള സഹായങ്ങളൊന്നും ഉക്രൈനിലേക്ക് കൊടുക്കുന്നില്ല. ജർമ്മനിയൊക്കെ പുതിയ ഓഫറുകളൊക്കെ വെക്കുന്നുണ്ട്. എന്നാൽ ജർമ്മനിയൊക്കെ ഇതുവരെ 13-14 എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റംസ് ഒക്കെ ഞങ്ങൾ കൊടുക്കും എന്നൊക്കെ വാഗ്ദാനം പറഞ്ഞുകൊണ്ടിരുന്ന ജർമ്മനി മരുന്നിന് 2 എയർ ഡിഫൻസ് സിസ്റ്റം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് റോയിട്ടേഴ്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റം അത് സമ്പൂർണ്ണ പരാജയമാണ്, അത് ഔട്ട് ഓഫ് ഡേറ്റഡ് ആണെന്നുള്ളതാണ് റോയിട്ടേഴ്സ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ റഷ്യ കിടിലമായിട്ടൊരു ആക്രമണം ഉക്രൈൻ്റെ ഉള്ളിൽ, ഏതാണ്ട് 300-ലധികം ഡ്രോൺ, അതേപോലെ 34 മിസൈൽ ആക്രമണം. അപ്പോൾ അതിനകത്ത് 26 എണ്ണം ഇസ്കന്ദർ ടൈപ്പ് മിസൈൽസ്. ഇത് ആദ്യമായിട്ടാണ് ഇസ്കന്ദർ മിസൈൽ ഈ രീതിയിൽ ബൾക്കായിട്ട് ആക്രമണം ഉക്രൈൻ്റെ ഉള്ളിലേക്ക് റഷ്യ നടത്തുന്നത്. ഇതിനു മുമ്പ് 11-12 ഒക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ 24 അയക്കുന്നത് ആദ്യമായിട്ടാണ്. മാസീവായിട്ടുള്ള ആക്രമണമാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റത്തിൻ്റെ പരാജയം എന്ന് തന്നെയാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ അവിടുത്തെ അവസ്ഥ. ഇനി നമ്മൾ നേരെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവിടെ ഇന്നലെ 18 പാക് സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 300-ലധികം ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായ പരിക്ക്. ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ശരിക്കും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇന്റർണൽ ആ ഒരു പ്രൊട്ടസ്റ്റും ഇതിൽ ബാധകമാണ്. അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്നത്. 48 മണിക്കൂർ വെടിനിർത്തലാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഈ 48 മണിക്കൂറിൽ പാകിസ്ഥാന് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അമേരിക്കയെ ഹെൽപ്പിന് വേണ്ടി വിളിക്കുക. അപ്പോൾ അങ്ങനെ ഖ്വാജ ആസിഫ് അമേരിക്ക അപ്രോച്ച് ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾക്ക് അമേരിക്കയുടെ സഹായം വേണം, എങ്ങനെയെങ്കിലും ഈ അഫ്ഗാനിസ്ഥാന്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ശരിക്കും മിലിറ്ററിയുടെ ഒരു പവർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ നമുക്ക് അത്രത്തോളം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവരുടെ അടുത്ത് അഫ്ഗാനിസ്ഥാനേക്കാളും നല്ല രീതിയിലുള്ള എക്യുപ്മെന്റും പവറൊക്കെ ഉണ്ട്, ഇല്ലാന്നില്ല. 6 ലക്ഷത്തിലധികം സോൾജേഴ്സ് പാകിസ്ഥാന്റെ സൈഡിലുണ്ട്. പക്ഷെ പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ പ്രോക്സികളുടെ ആ ഒരു യുദ്ധമുറ, അതാണ് അവർക്ക് മറികടക്കാനാവാത്തത്. ഏതാണ്ട് 465 ഫൈറ്റർ ജെറ്റുകളുണ്ട് പാകിസ്ഥാന്റെ പക്കൽ. പക്ഷെ നമ്മൾ നേരെ മറിച്ച് അഫ്ഗാനിസ്ഥാനിൽ 6 ഫൈറ്റർ ജെറ്റുകളും ഏതാണ്ട് 23 ചോപ്പർ മാത്രമാണ് അവരുടെ പക്കലുള്ളത്. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ സൈഡിലുള്ളത് അമേരിക്ക ഉപേക്ഷിച്ചിട്ട് പോയ ഇതുവരെ സ്പെയർ പാർട്സുകളോ അല്ലെങ്കിൽ അതിന് വേണ്ട അമ്യൂണിഷൻസോ അതൊന്നും സപ്ലൈ പോലും കിട്ടാത്ത രീതിയിലുള്ള പഴഞ്ചൻ എക്യുപ്മെന്റ്സ് ആണ് അഫ്ഗാനിസ്ഥാന്റെ സൈഡിലുള്ളത്. പക്ഷെ അഫ്ഗാനിസ്ഥാന്റെ വിജയം വേറെയാണ്, ഗ്രൗണ്ട് ഫോഴ്സ്, അതാണ് അവരുടെ വിജയം. ഈ ആമോഡ് വെഹിക്കിൾസ് ഏതാണ്ട് 6000 എണ്ണം ഉണ്ട് പാകിസ്ഥാന്റെ അടുത്ത്. അഫ്ഗാനിസ്ഥാന്റെ അടുത്ത് അതൊക്കെ പറഞ്ഞതുപോലെ പഴഞ്ഞൻ സാധനങ്ങളാണ് ഉള്ളത്. അത് തന്നെ എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്നുള്ളത് അറിയത്തില്ല. കുറച്ചൊക്കെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഇപ്പം ഈ ബോർഡർ ഏരിയയിൽ ഉണ്ടായിരുന്ന ആമോഡ് വെഹിക്കിൾസ് ഒക്കെ അഫ്ഗാനിസ്ഥാൻ മോട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അവരതും കൊണ്ട് തിരിച്ചടിക്കും, അതിൻ്റെ ഐറ്റംസ് തീരുന്നവരെ തിരിച്ചടിക്കും. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വാർത്തയിൽ നോക്കിയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇന്ത്യക്കെതിരെ ട്രംപ് പറഞ്ഞ നുണ, ഒരു നുണയൻ ട്രംപ് അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം, അത് നമ്പർ 1. രണ്ടാമത് ഒരു സീക്രട്ട് ഡോക്യുമെന്റ് ലീക്ക് ആയിട്ടുണ്ട്, അതാണ് യൂറോപ്പിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ തന്ത്രങ്ങൾ. ഇതും ട്രംപിൻ്റെ അതേ പരിപാടി തന്നെയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം. യൂറോപ്പിനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് റഷ്യയിൽ നിന്ന് മാറ്റി, ചൈനയിൽ നിന്ന് മാറ്റി, ഈ ബന്ധങ്ങളെല്ലാം വേർപെടുത്തി അതിൽ നിന്നൊക്കെ ഒരു കച്ചവടങ്ങളും യൂറോപ്പിന് വില കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് അമേരിക്കയ്ക്ക് നൈസിന് യൂറോപ്പിന്റെ ബിസിനസ് അങ്ങ് കയ്യിലെടുക്കാം. ഇതാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ശക്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്, അതായത് അഫ്ഗാനിസ്ഥാനെ കുറിച്ചാണ്. അഫ്ഗാനിസ്ഥാനെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യും, അത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക പാകിസ്ഥാനോടൊപ്പം നിന്ന് അഫ്ഗാനിസ്ഥാന് എതിരെ വരുന്നുവെങ്കിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനോടൊപ്പം നിൽക്കും. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു 2 ചേരികളായിട്ട് തിരിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അമേരിക്ക ഇതിനകത്ത് എത്രമാത്രം ഡീപ്പായിട്ട് ഇറങ്ങുന്നോ അതിനനുസരിച്ചിരിക്കും ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് അഫ്ഗാനിസ്ഥാനിൽ. ശരിക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബന്ധം ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിൽ ഉണ്ടെങ്കിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക എന്ന് പോലും നോക്കില്ല, അമേരിക്കയ്ക്കെതിരെ നിൽക്കാൻ ഒരു മടിയും കാണിക്കില്ല എന്നാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലപാടും ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇന്ത്യ മാത്രമല്ല, റഷ്യ അതിൻ്റെ കൂട്ടിന് വരും, ചൈന ഒരു ന്യൂട്രൽ നിലപാടായിരിക്കും എടുക്കുക. കാരണം പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് അമേരിക്ക വരുന്നുവെങ്കിൽ ചൈന അതിൽ നിന്ന് പിന്മാറും. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. Developments that are happening on the Afghanistan-Pakistan border, we are closely monitoring the situation. 3 things are clear. 1, that Pakistan hosts terrorist organizations and sponsors terrorist activities. 2, it is an old practice of Pakistan to blame its neighbors for its own internal failures. And 3, Pakistan is infuriated with Afghanistan exercising sovereignty over its own territories. India remains fully committed to the sovereignty, territorial integrity and independence of Afghanistan. ട്രംപ് വെറുതെ ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തും എന്നുള്ളതിലുപരിയായിട്ട് ട്രംപ് വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ പൊളിറ്റിക്കൽ കരിയറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നും കൂടി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ബ്ലണ്ടർ വാക്കുകളൊക്കെ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് വിവരമുള്ള ഒരു നേതാക്കളും ഒരു രാജ്യത്തിന്റെ വേറൊരു നേതാവിനെ നോക്കി പറയില്ല. അപ്പം ഇതിൽ നിന്ന് തന്നെ ട്രംപിന്റെ ആ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഇഗ്നോറൻസ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പുള്ളിക്കാരന് അറിയില്ല സംഭവം എന്താണ് പറയുന്നതെന്നുള്ളത്. ജസ്റ്റ് വാ പോയ കോടാലി പോലെ അങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ കറണ്ട് ജിയോ പൊളിറ്റിക്കലാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.